പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയാണെന്ന് ഈ പ്രഭാതവും കർത്താവിൽ വിശ്വസിക്കുന്നു. ആമേൻ. ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന, ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെയും ദൈവദാസിദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. 101 സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. അഹങ്കാരവും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും ചതിയും വഞ്ചനയും പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ ഒരാൾക്ക് നിഷ്കളങ്കനായി ജീവിക്കുവാൻ കഴിയുമോ എന്നാണ് അനേകരും ചോദിക്കുന്നത്. ലോകം മുഴുവനും വഷളായി തീർന്നപ്പോൾ നോഹയെ മാത്രമേ ദൈവം തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായി കണ്ടിരുന്നുള്ളൂ. താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നത് പോലെ തൻ്റെ വീട്ടിലും നിഷ്കളങ്കതയോടുകൂടെ പെരുമാറിയിരുന്നു എന്നതിന് സംശയമില്ല. സ്വന്തം ഭവനത്തിൽ നിഷ്കളങ്ക ഹൃദയമില്ലാത്തവന് പുറത്ത് നിഷ്കളങ്ക മാർഗത്തിൽ ചിരിക്കുവാനും നടക്കുവാനും സാധ്യമല്ല. മൂക്കിൽ ശ്വാസമുള്ള സകലത്തെയും ദൈവം കൊന്നുകളഞ്ഞപ്പോൾ നോഹ എന്ന നിഷ്കളങ്കനെയും തൻ്റെ കുടുംബത്തെയും ദൈവം നാശത്തിൽ നിന്ന് വിടുവിച്ചു. നാം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ദൈവസന്നിധിയിലായാലും നിഷ്കളങ്കതയോടുകൂടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏറ്റവും നിഷ്കളങ്കനായി കണ്ടിരുന്നത് അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. തന്നോടുകൂടെ നടന്ന പത്രോസ് യേശുവിനെ കുറിച്ച് പറയുവാനുള്ളത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്തുടരുവാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു നല്ല മാതൃകയാണ്. അതുപോലെ ഭക്തനായ ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നുവെന്ന് ദൈവം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. നഥനയേലും കപടമില്ലാത്തവരായിരുന്നു എന്ന് യേശു കർത്താവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് ചേർന്ന് നടക്കുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തിരുന്നു. ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗറിനെയും കൂടെ ഭാര്യയായി സ്വീകരിച്ച അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുവാനാണ്. അതുപോലെ വഷളത്വം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിഷ്കളങ്കതയോടുകൂടെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനും ഉപദേശിക്കുന്നുണ്ട്. നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കുവാനാണ് ഈ ലോകത്തിലും നിത്യതയിലും ചില വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. നിഷ്കളങ്കതയോടുകൂടെ ഈ ഭൂമിയിൽ നാം ദൈവ മുമ്പാകെ ആയാലും മനുഷ്യരുടെ മുമ്പേ ആയാലും നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിത്യതയിൽ ചില വാഗ്ദത്തങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാനിടയായി, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാനിടയാകും. കളങ്കമില്ലാത്തവർക്ക് നന്മ അവകാശമാക്കുവാനും കഴിയുമെന്നും ദൈവവചനം പറയുന്നു. അതുമാത്രമല്ല, ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല. ആമേൻ. തെറ്റ് ചെയ്തിട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ജീവിക്കുന്നവർ പിന്നീട് കൂകി നിലവിളിച്ചാലും ദൈവം കരഞ്ഞാലും യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും പിന്നെ മറുപടി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. വക്രതയോടുകൂടെ ജീവിക്കുന്നവിടെ ആരംഭം നല്ല ശുഭകരമായിരിക്കും. അത് നന്നായി കാണുവാൻ നല്ല രസമായിരിക്കും. അവരുടെ അന്ത്യം വളരെ വേദനാജനകമായിരിക്കുമെന്നും നാം തിരിച്ചറിയണം. എന്നാൽ നിഷ്കളങ്കന്മാരുടെ ജീവിതം സമാധാനപരമായിരിക്കും. ആകയാൽ പ്രിയ ദൈവവേദിനെ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്ന് അറിഞ്ഞുകൊണ്ട് വിശുദ്ധരായി നമുക്ക് ജീവിക്കാം. ചുരുക്കത്തിൽ, ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതം ദൈവം മുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ
ആമേ നമുക്ക് നിഷ്കളങ്കതയോടുകൂടെ നിൽപ്പാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും എന്ന് കർത്താവെ ഭക്തൻ പാടിയതുപോലെ ഞങ്ങൾ ആമേൻ സ്തോത്രം കർത്താവെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കതയോടുകൂടെ കർത്താവെ ഞങ്ങളുടെ ആയുസ് കഴിപ്പാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നിഷ്കളങ്കൻ ഈ ഭൂമിയിൽ പ്രാപിക്കുന്ന എല്ലാ ആമേൻ കർത്താവേ എല്ലാ നന്മകളും അങ്ങയുടെ ദാസിദാസന്മാർക്കുമായി ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ദീർഘായുസ്സും കൊണ്ട് നിറയ്ക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.